നമസ്തേ ഗായ്സ്. ഇന്ന് എൻ്റെ വർക്കിംഗ് ലൈഫിൽ നിന്ന് അടർത്തിയെടുത്തിട്ടുള്ള ഒരു സുദിനമാണ് ഗൈസ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഒരു സുദിനം. ഞാനൊരു മോർണിംഗ് പേഴ്സൺ അല്ലാത്തതുകൊണ്ട് തന്നെ കോളേജിൽ പോകുന്നതിനൊരു 10-15 മിനിറ്റ് മുന്നേ എന്തായാലും എഴുന്നേക്കും. പിന്നെ ഇന്നെൻ്റെ സുദിനം ഷൂട്ട് ചെയ്യാൻ നിന്നതുകൊണ്ട് തന്നെ കുറച്ചല്ല അത്യാവശ്യം ഞാൻ ലേറ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പെട്ടെന്ന് ഡ്രസ്സൊക്കെ ചെയ്ത് വാച്ചൊക്കെ കെട്ടി ടാഗൊക്കെ ഇട്ട് ടാഗ് ഇടാൻ കുറച്ച് കഷ്ടപ്പെട്ടു കേട്ടോ. ഒരു കയ്യിൽ ഫോണും പിന്നെ മറ്റേ കയ്യിൽ ടാഗ് വന്നു. പിന്നെ ഞാൻ എന്നെ തന്നെ ഒന്ന് പൊടി തട്ടിയെടുത്ത് സുന്ദരിയാക്കി എടുത്തു. എന്നിട്ട് ഡോറൊക്കെ ലോക്ക് ചെയ്ത് കോളേജിലേക്ക് പോവാണ്. യൂഷ്വലി ഇപ്പോൾ വെക്കേഷൻ പീരീഡ് ആയതുകൊണ്ട് തന്നെ ഫ്രണ്ട്സ് ഒന്നും ഇപ്പോൾ ഇല്ല കേട്ടോ. ഇന്ന് ഒറ്റയ്ക്ക് നടന്നു പോകേണ്ടി വരും. അല്ലെങ്കിൽ പ്രാച്ചി പൂജ ആരെങ്കിലുമൊക്കെ ഉണ്ടാവാറുണ്ട് രാവിലെ തന്നെ. ഞങ്ങൾ ഒന്നിച്ചാണ് യൂഷ്വലി പോകാറുള്ളത്. ഇതാണ് എൻ്റെ കോളേജിലേക്കുള്ള എൻട്രൻസ്. മെയിൻ എൻട്രൻസ് അല്ല കേട്ടോ, ഇതൊരു ഷോർട്ട് കട്ട് എൻട്രൻസ് ആണ്. എൻ്റെ കോളേജിൻ്റെ ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ പിന്നീട് ഒരു ദിവസം ഞാൻ വിശദമായി കാണിക്കുന്നുണ്ട്. ഇപ്പോൾ പോയി പഞ്ച് ചെയ്യട്ടെ. ഇതും ഞാനൊരു ഷോർട്ട് കട്ട് വഴിയാണ് കയറുന്നത്. ഈസി ഡിപ്പാർട്ട്മെൻറ്റിൽ കൂടെ പോകാമെന്ന് വിചാരിച്ചു. ബിക്കോസ് അല്ലെങ്കിൽ കറങ്ങി പോകണം. അപ്പോൾ പിന്നെയും ഞാൻ ലേറ്റ് ആവും. അധികം ആളുകളൊന്നും ഇവിടെ ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ എൻ്റെ യാത്ര തുടർന്നു. പഞ്ച് ചെയ്തു. ഫേസ് ഡിറ്റക്ഷൻ ആട്ടോ നമ്മളുടെ പഞ്ചിങ് എന്ന് പറയുന്നത്. സോ പഞ്ച് ചെയ്തതിന് ശേഷം നമ്മളുടെ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ്. അതിവിടുത്തെ സുമിത് ക്യാൻറ്റീൻ. അതാണ് പൊതുവേ ചെയ്യാറുള്ളത്. ഓക്കെ, ഇതാണ് നമ്മുടെ കഫറ്റേരിയ. സ്റ്റുഡൻസും ടീച്ചേഴ്സും എല്ലാവരും ഇവിടെ തന്നെയാണ് വരാറുള്ളത്. ഞാൻ യൂഷ്വലി പോഹയും സാമ്പാറുമാണ് കഴിക്കാറുള്ളത്. ഇതാണ് സുകുമാർ, കടയുടെ ഓണറാട്ടോ. പുള്ളി ആക്ച്വലി സൗത്ത് സൈഡിൽ നിന്നാണ്, ഫ്രം കർണാടക ഐ ഗെസ്. തൽക്കാലം കുറച്ച് പേപ്പർ വർക്ക്സ് ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ താഴത്തെ ഒരു ലാബിലാണ് ഇരുന്നിരുന്നത്. എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് വന്നിട്ട് 4th ഫ്ലോറിലാണ്. ഞാനിപ്പോൾ നിങ്ങളെ അങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്. താഴത്തുനിന്ന് ലിഫ്റ്റ് എടുക്കണം. സ്റ്റെയർ കയറാനൊന്നും വയ്യന്നേ. ഇവിടുത്തെ സ്റ്റെയറാണെങ്കിൽ കുറച്ച് വലുതാണ്, അതുകൊണ്ട് കയറാൻ മടിയാണ്. പിന്നെ ലിഫ്റ്റിന് വേണ്ടി കുറച്ചധികം നേരം വെയിറ്റ് ചെയ്തു. കുട്ടികളാരും ഇല്ല, ബട്ട് സ്റ്റിൽ ഇത് ടൈം എടുത്തു വരാനായിട്ട്. എന്തായാലും സ്റ്റെയർ കയറാൻ വയ്യാത്തതുകൊണ്ട് തന്നെ ലിഫ്റ്റിലേക്ക് വലിഞ്ഞ് കയറി 4th ഫ്ലോർ. ഹിയർ വി ആർ. ഇതാണ് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മെക്കട്രോണിക്സ്. ഈ ഇരിക്കുന്ന പുള്ളിക്കാരി ഉണ്ടല്ലോ, ഇതാണ് നമ്മുടെ മൗഷി. എന്നെ കുറേ നാളായി മുകളിലേക്ക് കണ്ടിട്ട്. അപ്പോൾ ദർശനം ലഭിച്ചു എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമായിരുന്നു. പിന്നെ ഇത് 1ാമത്തെ ലാബ്. ഇത് സായിബാബ. ഇടയ്ക്ക് ആരത്തിയൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് എല്ലാ വ്യാഴാഴ്ചകളിലും. ഈ കാണുന്നതാണ് എൻ്റെ ലാബ്. ഓരോ ലാബ് ഇൻചാർജസിൻ്റെയും അച്ചീവ്മെൻറ്റ്സിന് ഒരു ബോർഡ് ഉണ്ടാവും. അതാണ് ഈ കാണുന്നത്. ഇവിടെയാണ് ഗൈസ് എൻ്റെ അച്ചീവ്മെൻറ്റ്സ്. ഇതെൻ്റെ പേറ്റൻ്റ് ആണ്. എൻ്റെ പേറ്റൻറ്റ്. അതുപോലെ ഈ ഫ്ലോറിൽ നമുക്ക് 6 ലാബ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇവിടെയാണ് സ്റ്റുഡൻസിൻ്റെ പ്രാക്ടിക്കൽ സെഷൻസ് പൊതുവെ കണ്ടക്ട് ചെയ്യാറുള്ളത്. ആൻഡ് അവരുടെ പ്രോജക്ട്സ് ആണ് നിങ്ങൾ കാണുന്നത്. ഇത് സ്മാർട്ട് വേസ്റ്റ് ബിൻ, ഇത് ഹൈഡ്രോഫോണിക് സിസ്റ്റം. അങ്ങനെ അവരുടെ ഓരോ പ്രോജക്ട്സും നമ്മൾ ലാബിൽ തന്നെയാണ് പൊതുവെ കീപ്പ് ചെയ്യാറുള്ളത്. ഇതാണപ്പോൾ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫ്ലോറ്. ഇവിടെ നമ്മളുടെ യൂണിവേഴ്സിറ്റിയുടെ കൺസ്ട്രക്ഷൻസൊക്കെ സ്റ്റിൽ ഗോയിങ് ഓൺ. ഇനി അടുത്ത പരിപാടിയാണ് ലഞ്ച്. ഇവിടെ ഒരു സർദാർജി നമുക്ക് ഇതേപോലെ ടിഫിൻ കൊണ്ടുതരും. ഒരു ഡബ്ബയിൽ 4 ചപ്പാത്തി, കുറച്ച് റൈസ്, പിന്നെ എന്തെങ്കിലും ഒരു സബ്ജി ഉണ്ടാവും. ഞാൻ, പ്രാച്ചി, നവീൻ, ഞങ്ങൾ 3 പേരും കൂടെ ലഞ്ച് ഷെയർ ചെയ്താണ് കഴിച്ചത്. ലഞ്ചിന് ശേഷം എല്ലാവരും ബാക്ക് ടു വർക്ക്. വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ സ്റ്റുഡൻസ് ഇല്ലല്ലോ, പഠിപ്പിക്കാൻ പോകണ്ട. അല്ലാത്ത ഡോങ്കി വർക്ക്സ് ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വൈകിട്ടായി. ഇതാണ് പ്രാച്ചിയുടെ ലാബ്. പ്രാച്ചിയെ പിക്ക് ചെയ്ത് ഞങ്ങൾ 2 പേരും കൂടെ പോയി പഞ്ച് ഔട്ട് ചെയ്തു. അതിനുശേഷം ഇന്ന് രാത്രിത്തേക്കുള്ള ഡിന്നറിന് ആവശ്യമായിട്ടുള്ള വെജീസ് ആൻഡ് വാട്ടെവർ സ്റ്റഫ്സ് അത് മേടിക്കാനായിട്ടാണ് ഇനി വൈകിട്ടത്തെ യാത്ര. ഞാനും പ്രാച്ചിയും കൂടെ കോളേജിന് വെളിയിലേക്ക് ഇറങ്ങി സബ്ജി ഷോപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഉച്ച കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ നല്ല മഴയായിരുന്നു കേട്ടോ. മഴ കൊണ്ടാണ്, അല്ലെങ്കിൽ ഞങ്ങൾ മാർക്കറ്റിൽ പോയിട്ട് സബ്ജി വല്ലതും മേടിച്ചേനെ. ഇതിപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മളുടെ കോളേജിൻ്റെ പുറത്തുള്ള ഷോപ്പിലാണ് പോവുക. കോളേജിൻ്റെ ഓപ്പോസിറ്റുള്ളതായി ഈ കോംപ്ലക്സ് ഉണ്ടോ, ഇവിടെ അത്യാവശ്യം കുറേ കുട്ടി ഷോപ്സൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മളുടെ സബ്ജി ഷോപ്പ്. ഇവിടെ എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത്
അത് മേടിച്ചിട്ട് പോകലാണ് യൂഷ്വലി നമ്മൾ ചെയ്യാറുള്ളത്. ഇത്തവണ പ്രത്യേകിച്ചൊന്നും അവൈലബിൾ ആയിരുന്നില്ല. പിന്നെ ഞാൻ ഒരു ഡസൻ പഴം മേടിച്ചു. ഇവിടെ ഇങ്ങനെ ഡസനായിട്ടാണ് കേട്ടോ കൊടുക്കുക, നമ്മുടെ അവിടുത്തെ പോലത്തെ മുറിച്ചല്ല കൊടുക്കുക. പിന്നെ അടുത്ത സബ്ജി ഷോപ്പിൽ വന്നു. ഇവിടെ അത്യാവശ്യം ഫ്രഷ് വെജിറ്റബിൾസ് അവൈലബിൾ ആയിരുന്നു. അങ്ങനെ ഇന്നത്തെ ഡിന്നറിന് നമ്മൾ പാലക്കാണ് മേടിച്ചത്. പോകുന്ന വഴിക്ക് പാനിപൂരി ഷോപ്പ് കണ്ടു. പ്രാച്ചിക്ക് ഭയങ്കര മോഹം. കണ്ടോ, കളർഫുള്ളായിട്ടുള്ള പാനിപൂരി വിത്ത് ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സിൽ അവൈലബിൾ ആണ്. എനിക്കിത് പൊതുവേ ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ കഴിക്കാൻ നിന്നില്ല. പ്രാച്ചി അങ്ങനെ 1 പ്ലേറ്റ് ഓഫ് പാനിപൂരീസ്, ഡിഫറെൻറ്റ് ഫ്ലേവേർഡ് പാനിപൂരീസ് കഴിച്ചു. ഇവർക്ക് ഇതിനോട് പൊതുവേ ഒരു താല്പര്യം കൂടുതലാണ്, ഈ നോർത്ത് സൈഡ്. അങ്ങനെ ലാസ്റ്റ് ഇതേപോലെ ഒരു സൂഖിപൂരി ഡ്രൈ ആയിട്ടുള്ളൊരു ഒരു പീസ് കൂടെ കൊടുക്കും. ഞാൻ എങ്ങോട്ടാണ് ഈ ഓടുന്നതെന്നറിയോ? ആ കാണുന്ന ഒരു ഐസ്ക്രീം ഷോപ്പാണേ. അവിടെ നിന്ന് ബദാം ഷേക്ക് കഴിക്കും. ഇടയ്ക്കിടയ്ക്ക് അവിടെ കഴിച്ച് ആ പൂപ്പനായിട്ട് ഭയങ്കര കമ്പനിയാണേ. ആക്ച്വലി എല്ലാവർക്കും ഗ്ലാസിൻ്റെ ഹാഫേ കൊടുക്കുള്ളൂ. എനിക്ക് പുള്ളി ഫുള്ള് തരും. അങ്ങനെ അതും മേടിച്ച് ഹാപ്പിയായി ഞങ്ങൾ കഥയൊക്കെ പറഞ്ഞ് ബാക്ക് ടു റൂം. ഇന്ന് നല്ല മഴയ്ക്കുള്ള കോളുണ്ട്. മഴക്കാറുണ്ടോ? ഇനി കോളേജിലേക്കൊരു 5 minutes ഓഫ് വാക്കിംഗ് ഡിസ്റ്റൻസ് ഉണ്ട്. വേറൊരു ട്വിസ്റ്റ് ഉണ്ട് ഗൈസ്. ഞാൻ പൊതുവേ എൻ്റെ റൂമിൻ്റെ ചാവി എൻ്റെ ID കാർഡിൻ്റെ ടാഗിലാണ് വെക്കാറുള്ളത്. അതെവിടെയോ പോയി ഗൈസ്. ഇനിയിപ്പോൾ അത് പൊളിക്കാതെ അകത്ത് കയറാൻ പറ്റില്ലല്ലോ. ഞാൻ ഗാർഡിൻ്റെ അടുത്ത് പറഞ്ഞു അതൊന്ന് തുറന്നു തരാൻ. അപ്പോൾ പുള്ളി അതിൻ്റെ താഴൊക്കെ കുത്തി തുറക്കാനുള്ള ടൂൾസ് അന്വേഷിച്ച് പോവാണ്. എന്തൊക്കെയോ തപ്പിക്കൊണ്ടിരിക്കുകയാണ് ആളവിടെ. എന്നിട്ട് എന്തോ കമ്പിപ്പാരയൊക്കെ കിട്ടിയിട്ടുണ്ട്. എൻ്റെ താഴ് പൊളിച്ചു ഗൈസ്, പൊളിച്ചു. എനിക്ക് വിഷമോ. ഇനി നാളെ പോയി വേറെ താഴ്ത്താക്കോലൊക്കെ ഞാൻ മേടിക്കണം. എന്നാലും എനിക്ക് ഭയങ്കര വിഷമമായി. ആ വിഷമം തീർക്കാനായിട്ട് പ്രാച്ചി എന്നെ ഡിന്നർ കഴിക്കാൻ മുകളിലേക്ക് വിളിച്ചു. പുള്ളിക്കാരി എന്തൊക്കെയോ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഭജി ഉണ്ടാക്കുന്ന മുളകില്ലേ, അതെന്തോ വറുത്ത് പൊരിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ കുക്കറിൽ എന്തൊക്കെയൊക്കെയോ ഉണ്ട്. ചോറാണെന്നാണ് പറഞ്ഞത്. ലെറ്റ്സ് സീ. ഇവർ പൊതുവേ മുകളിൽ ചെയർ ടേബിളിലൊന്നും ഇരുന്ന് കഴിക്കില്ല കേട്ടോ, താഴത്തിരുന്നാട്ടോ കഴിക്കുന്നത്. ഗൈസ് കണ്ടോ, ചോറെന്ന് പറഞ്ഞ് കഞ്ഞിയാണ് ഗൈസ്, കഞ്ഞി. അതും കരിഞ്ഞ കഞ്ഞി. ഭഗവാൻ. പിന്നെന്താ പറയാനാ, കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കഞ്ഞിയും പിന്നെ വൈകിട്ട് മേടിച്ച പാലക്കില്ലേ, അത് ദാലൊക്കെ ഇട്ട് പുള്ളിക്കാരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും കൂടെയാണ് ഇന്നത്തെ ഡിന്നർ. പുള്ളിക്കാരി ആക്ച്വലി നന്നായിട്ടൊക്കെ കുക്ക് ചെയ്യും കേട്ടോ. ഇന്നെന്തോ പാളിപ്പോയെന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ അച്ചാറുണ്ട്. നമ്മളുടെ നാട്ടിലത്തെ പോലത്തെ അച്ചാറല്ല, അതും ഉണ്ടാകും. പക്ഷേ ഇതെന്തോ ഡ്രൈ ഒക്കെ ചെയ്ത മാങ്ങയാണ്. ഞാൻ ഇതൊന്നും കഴിക്കില്ല കേട്ടോ. അങ്ങനെ ഗൈസ്, ഞാൻ കഞ്ഞി കഴിക്കാൻ തുടങ്ങാൻ പോവുകയാണ്. രുചിയൊക്കെ ഉണ്ട് കേട്ടോ കഴിച്ച് തുടങ്ങുമ്പോൾ. പിന്നെ ഇവരുടെ മെയിൻ കോഴ്സിൻ്റെ കൂടെ ഉള്ള ഐറ്റംസാണ് ഈ ചൂട, പിന്നെ എന്തെങ്കിലും ഒരു സ്വീറ്റ്സ് ഉണ്ടാവും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാവും മെയിൻ കോഴ്സിൻ്റെ കൂടെ തന്നെ കഴിക്കാനായിട്ട്. വിച്ച് ഈസ് റിയലി ഇൻട്രസ്റ്റിംഗ് അല്ലേ? എല്ലാ ഐറ്റംസും കൂടെ കഴിച്ചുകൊണ്ടിരിക്കാമല്ലോ. എനിക്കിത് പൊതുവെ ഇഷ്ടമുള്ള കാര്യം കേട്ടോ. ഇത് നമ്മുടെ പൊരിയിലൊക്കെ എന്തൊക്കെയോ മിക്സ് ചെയ്തിട്ടുള്ള സാധനം. അങ്ങനെ എൻ്റെ ഡിന്നർ കഴിഞ്ഞു ഗൈസ്. ഇതായിരുന്നു ഞാൻ പറഞ്ഞ ആസ്വദിനം. ഓക്കെ, ബൈ.